വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രൂ ഇൻ്റർനാഷണൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു കെ നാരിക്. ഇപ്പോൾ അത് യു കെ എനിക് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ആണ് പറയുന്നത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എന്താണ് അതിൻ്റെ പ്രോസസ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യാ ഷുവർ. സോ യു കെ നാരിക് അല്ലെങ്കിൽ യു കെ എനിക് ഇത് ആക്ച്വലി ഒരു സ്കിൽ അസസ്മെൻ്റ് ആണ്. ബേസിക്കലി വൈ വി ആർ ഡൂയിങ് യു കെ നാരിക് അല്ലെങ്കിൽ യു കെ എനിക് എന്നുള്ളത്, നമ്മൾ യു കെയിലേക്ക് ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വെദർ ഇറ്റ്സ് സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൗസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ യു കെയിലേക്ക് ഒരു പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ട്രാൻസിഷന് വേണ്ടിയിട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ക്വാളിഫിക്കേഷൻ യു കെയിലെ ക്വാളിഫിക്കേഷനുമായിട്ട് ഇക്വലൻ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു ഓതൻറ്റിക്കേഷൻ, അത് ആ ഒരു ഇക്വലൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി വി ഡു യു കെ നാരിക്. അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ആസ് പെർ യു കെ, അതായത് അവരുടെ ക്രൈറ്റീരിയാസ് പ്രകാരമുള്ള അവരുടെ ഒരു പ്രൊഫഷൻസിയുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി സ്കിൽസ് ഉള്ള കാൻഡിഡേറ്റ് ആണ് എന്നുള്ളതും കൂടെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി വി ഡു യു കെ നാരിക്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ സ്കിൽ അസസ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ECCTI ഇൻഡെക്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു പോർട്ടൽ വഴിയായിരിക്കും യു കെ നാരിക് യൂഷ്വലി ചെയ്യുന്നത്. വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഓൾ ഇയർ മാർക്ക് ഷീറ്റ്, പിന്നെ ഈ നേരത്തെ കോളേജിൽ നിന്നുള്ള MOയും എല്ലാവർക്കും ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്നുള്ള മിനിമം MOE ആണ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ടും വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ്, യൂണിവേഴ്സിറ്റി ഇഷ്യൂഡ് ട്രാൻസ്ക്രിപ്റ്റ് ആണ്. അതെ, പുതുതായിട്ട് വന്ന അപ്ഡേറ്റിൽ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് കോളേജിൽ നിന്ന് തന്നിട്ടുള്ള കോളേജ് ലെറ്റർ ഹെഡിലുള്ള MOയും ട്രാൻസ്ക്രിപ്റ്റും കൊടുത്താലും യു കെ നാരിക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളിപ്പം കോളേജിൽ നിന്നുള്ള MOയും ട്രാൻസ്ക്രിപ്റ്റും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു കെ നാരിക് ഓൾവേസ് അവർ റൈറ്റ് ചെയ്തിട്ട് ചോദിക്കും, നമുക്ക് എന്താ പറയുക, യൂണിവേഴ്സിറ്റി എന്നുള്ളത് വേണം, കോളേജിൽ നിന്നുള്ളതല്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ നോർമലി ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ യു കെ നാരിക്, നിങ്ങളതിന് പ്ലാൻ ചെയ്തൊരു ആസ്പിറൻസിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ പറഞ്ഞ MOയും ട്രാൻസ്ക്രിപ്റ്റും എടുത്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി എത്രത്തോളം ഡ്യൂറേഷൻ എടുക്കും എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ മേ ബി ഇറ്റ് അഫക്റ്റ് നമ്മുടെ ആ ഒരു പ്രൊസീജിയേഴ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതും പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ECCTIസിൽ നമ്മൾ ഓൾറെഡി ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്കൊരു ഒരു ID വെരിഫിക്കേഷൻ്റെ ഒരു QR കോഡ് കിട്ടും. അത് യൂഷ്വലി നമ്മൾ കാൻഡിഡേറ്റിന് അയച്ചു കൊടുത്തിട്ട് കാൻഡിഡേറ്റ് തന്നെ അത് വെരിഫൈ ചെയ്യാം. അതൊരു 3 attempts ആണ് മാക്സിമം അതിൽ കിട്ടുക. സോ ആ ഒരു ID വെരിഫിക്കേഷൻ ചെയ്യാനായിട്ടിരിക്കുന്ന ടൈമിൽ കാൻഡിഡേറ്റ് ഒരു അവൈലബിൾ ആയിട്ടുള്ളൊരു ID പ്രൂഫും കൂടെ കയ്യിൽ കരുതുക. ഒരു ഒറിജിനൽ ID പ്രൂഫ്, വെദർ ഇറ്റ്സ് എ പാസ്പോർട്ട് കോപ്പി ഓർ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഏതെങ്കിലും ഒരു ID കയ്യിൽ വെച്ചിട്ട് വേണം ഈ ID വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട്. മീൻസ് ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. പിന്നെ കംപ്ലീറ്റ്ലി ആ ഒരു ഇനിഷ്യൽ ചെക്ക് കംപ്ലീറ്റഡ് ആവും. പിന്നെ നമുക്ക് 1 by 1 ആയിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നോർമലി നമുക്കൊരു 15 വർക്കിംഗ് ഡേയ്സിലാണ് ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നത്. പിന്നെ ചിലർക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് എക്സ്പ്രസ് ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡൺ ഇൻ 48 hours. 48 hours എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ഡോക്യുമെൻറ്റ് തന്നു 48 hours ചെയ്യും എന്നല്ല, ആഫ്റ്റർ അപ്ലൈങ് നമുക്ക് 48 hours വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ യു കെ നാരിക് എന്ന് പറയുന്നപ്പോൾ. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഭയങ്കര മൈഗ്രേഷൻ കൂടുതലാണല്ലോ യു കെയിലേക്ക്. അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത്, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് യു ഷുഡ് ഹാവ് എ ക്വാളിഫിക്കേഷൻ, ലൈക്ക് ഒരു ഗ്രാജുവേഷൻ എന്തായാലും വേണം. ഗ്രാജുവേറ്റ്സിനാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഗ്രാജുവേഷൻ ഫ്രം എനി യൂണിവേഴ്സിറ്റി, ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്താൽ മതിയാവും. പിന്നെ അല്ല, ഇപ്പോൾ ഓൾറെഡി ഒരു ഹസ്ബൻഡ് അവിടെ യു കെയിലുണ്ട്, സ്പൗസിനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ സ്കിൽഡ് വർക്കേഴ്സിന്, ഇപ്പം നേഴ്സസോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നോർമലി NMC ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നേഴ്സസിനൊക്കെ. ഇപ്പോൾ ഇത് കൂടുതലും അൺസ്കിൽഡ് ആയിട്ടുള്ള കെയർ വർക്കേഴ്സ് ഉണ്ടല്ലോ, കെയറർ വിസയിലൊക്കെ പോകുന്നത്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലും യു കെ നാരിക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ട്രൂ ഇൻ്റർനാഷണൽ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി യു കെയിലേക്ക് മൈഗ്രേഷൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ
എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇമിഗ്രേഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ് UK. കാരണം ഇപ്പോൾ UK എവിടെ നോക്കിയാലും മലയാളികളെ ഉള്ളൂ. ഒരു കേരളമായിട്ട് UK മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ബേസിൽ ട്രോൾ ചെയ്യായിരുന്നല്ലോ. അതെ, ഒരു കൊച്ചി. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടുത്തെ ഗവൺമെൻറ് നോക്കുക. അപ്പോൾ കാരണം എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമ്മൾ കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നത്, അതായത് എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റായിട്ട് കൊടുത്താൽ പോലും ചിലപ്പോൾ അത് ഇതെന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ക്വറീസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു സബ്മിറ്റ് ഓൾ ഡോക്യുമെൻറ്റ്സ്. അത് കറക്റ്റായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് തന്നെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബൈ. ബൈ. ഓക്കെ.